ബാബ സൈനുദ്ദീന്റെ വീട്ടിൽ അരവിന്ദിന് മരണമില്ല. മലയാള സിനിമയെ പൊന്നണിയിച്ച സുവർണ കാലഘട്ടത്തിന്റെ സ്മൃതികൾ ഉണർത്തി വീണ്ടും അരവിന്ദൻ അനുസ്മരണം. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. പൊന്നാനി ഉറൂബ് നഗറിൽ താമസിക്കുന്ന അരവിന്ദനുമായി അപൂർവ സൗഹൃദം കാത്തു സൂക്ഷിച്ച ബാബ സൈനുദ്ദീന്റെ വീട്ടുമുറ്റത്ത് നടന്ന ചിദംബര സ്മരണ. അരവിന്ദന്റെ ഒട്ടുമിക്ക ചിത്രങ്ങൾക്കും കലാസംവിധാനം നിർവഹിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ മകനും അരവിന്ദന്റെ ഏതാനും ചിത്രങ്ങളിലെ അഭിനേതാവുമായ ദേവൻ ഉദ്ഘാടനം ചെയ്തു. ചിത്രായനത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പറയുന്നല്ലാന്ന് തോന്നുന്നു. ഇത് കോഴിക്കോട് സജീവമായ പാരഗൺ കൂട്ടായ്മയിൽ നിന്നാണ് ഉത്തരായനത്തിന്റെ തുടക്കം. എനിക്കൊന്ന് ടിക്കോടിയൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമ ചെയ്യണം എന്നുള്ള ഉത്സാഹത്തിൽ ചർച്ച ആണ് ഫിലിം സൊസൈറ്റിയിലൊക്കെ സജീവമായിട്ടുള്ള സമയത്ത് എല്ലാവരും കൂടി തീരുമാനിക്കുക സിനിമ ചെയ്യാം. ഇപ്പോൾ ടിക്കോടിയൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. ആരെ ഡയറക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അരവിന്ദൻ പറഞ്ഞു നമുക്ക് അടൂരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അന്ന് സ്വയംവരം കഴിഞ്ഞാണ് 73 72 സ്വയംവരം കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ അച്ഛൻ പിന്നെ ബാങ്കരവി എന്ന് പറഞ്ഞ കൊന്തന്മാരുടെ പ്രൊഡ്യൂസറാണ്. പുതുക്കൊടി ബാലകൻ കോഴിക്കോട്ടെ ഒരു ഗ്രൂപ്പാണ് പറയുന്നത്. ടിക്കോടിയൻ പട്ടത്തുള്ള സാഹിത്യകാരൻ. അതെല്ലാവരും കൂടി പറഞ്ഞു അടൂര് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഉത്സാഹിക്കേണ്ട കാര്യമില്ല, അരവിന്ദൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. അങ്ങനെ ഉത്സാഹമായിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അത് അന്ന് അടൂബാസി എനിക്ക് തോന്നുന്നത് ഇതിലൊക്കെ അമ്മ അതിലാണ് ആദ്യം അഭിനയിച്ചത്. മോഹൻലീല അതിൻ്റെ അനിയനായിട്ടാണ് ഞാൻ അതിൽ വേഷം കെട്ടിയത്. അരവിന്ദന്റെ സിനിമയില് ഒരിടത്തെ ചിദംബരം അവസാനം ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് പടം ചെയ്തിരുന്നു. പിന്നെ പാത്തുഹാര കൂടെ ഉണ്ടായിരുന്നു എല്ലാ സമയത്തും. ഇത് എല്ലാവരും അതൊരു ഓർമ്മ എന്ന് പറഞ്ഞത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അരവിന്ദന്റെ കാരിയർ വെച്ചാൽ സിനിമ കാരിയർ എന്ന് പറയുന്നത് വളരെ കുറച്ചുണ്ടായിട്ടുള്ളൂ. 74 തൊട്ട് 91 വരെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇത്രയും അധികം വിവിധങ്ങളായ സിനിമകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇതിൻ്റെ മുമ്പിൽ അതിന് ശേഷം ആ ഒരു ജോണറിലോ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിലോ വേറെ പെർസ്പെക്റ്റീവിലോ ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവിലോ സിനിമ ഉണ്ടായിട്ടില്ല. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാര ജേതാവ് പ്രൊഫസർ എം നാരായണൻ, എഴുത്തുകാരനും പ്രഭാഷകനുമായ വിജു നായരങ്ങാടി, സാംസ്കാരിക പ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ പൊന്നാനി, പാട്ടോർമ്മകൾ എന്ന ലേഖന പരമ്പരയിലൂടെ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ച സതീഷ് കുമാർ വിശാഖപട്ടണം, പൊന്നാനി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി കുഞ്ഞിമരക്കാർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ശരീര സൗന്ദര്യ മത്സരങ്ങളിലൂടെ മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയ മുഹമ്മദ് അലിയെ ആദരിച്ചു. മോഹൻദാസ് നന്ദി പറഞ്ഞു. തുടർന്ന് 1985 ഇന്ത്യയിൽ ഏറ്റവും മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട അരവിന്ദന്റെ ചിദംബരം സിനിമയുടെ പ്രദർശനം നടന്നു.